110 ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോളോ? ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇവിടെ PK ബിജു കുറേയേറെ വിശദീകരണങ്ങൾ നൽകുകയുണ്ടായി. ബിജു തന്നെ അന്വേഷിച്ചതാണ് ഇതേക്കുറിച്ച്, ബാങ്കിലെ ഈ തിരിമറിയെ കുറിച്ച് പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്തിയതാണ്. അവരും കണ്ടെത്തിയിരുന്നു ചില ക്രമക്കേടുകൾ ഉണ്ട് എന്ന്, അതിനുവേണ്ട ശുപാർശകളും നൽകിയിരുന്നു, എന്ത് നടപടി എടുക്കണം എന്ന്. പറയുന്ന ന്യായത്തിൽ, മന്ത്രി VN വാസവൻ പറയുന്ന ന്യായത്തിൽ എന്തെല്ലാം അപാകതകളാണ് രാഹുൽ താങ്കൾ കാണുന്നത്? മഞ്ജുഷ, അതിനു മുമ്പ് ഒരു കാര്യം താങ്കൾ പല കുറി സഖാവ് ബിജുവിനോട് ചോദിച്ചു, അതിന് അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞില്ല. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ ഒരു ചോദ്യമാണ്, എന്നാണ് സഖാവ് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവിടേക്ക് പോയതെന്ന് പറയാമോ? അതൊന്നും എനിക്കറിയാൻ മേൽ. ബിജു, ഞാനും ചോദിച്ചതാണ്. അതിന് ഞാൻ മറുപടി അപ്പം തന്നെ പറഞ്ഞല്ലോ. എനിക്ക് തോന്നുന്ന മാങ്കൂട്ടം അത് കേട്ടില്ലായിരിക്കും. ഞങ്ങൾ അവിടെ അന്വേഷണ കമ്മീഷനായിട്ട് കോടതിയായിട്ട് പോകാൻ ഉള്ള സംവിധാനം CPM-നെ സംബന്ധിച്ച് ഇല്ല എന്ന് മഞ്ജുഷ് വ്യംഗ്യമായ അർത്ഥത്തിൽ പാർട്ടി കോടതിയെ സംബന്ധിച്ചും എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കി. ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വന്നാൽ ആ പരാതി പരിശോധിക്കുകയും അതിനാവശ്യമായ നടപടി എടുക്കണമെന്ന് ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊരു പാർട്ടി കമ്മീഷൻ ഇല്ലായിരുന്നു. ലളിതമായ ചോദ്യമാണ്, അത് എന്നാണ്? നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതെന്നാണ്? കാലയളവാണ് ചോദിച്ചത്, എന്നായിരുന്നു എന്നാണ്. എന്നാണ് ഇങ്ങനെ ഒരു ശുപാർശ നൽകിയതെന്തെങ്കിലും പറയാൻ പറ്റുകയില്ലേ? ഈ മഞ്ജുഷ് അതിന് ഇപ്പൊ അതിന് പ്രസക്തി ഇല്ലല്ലോ. ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി ഇതിനെ സംബന്ധിച്ച് വരുന്നു. എന്നിട്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തുന്നു. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത ഞങ്ങൾ വരുത്തുന്നു. നടപടികൾ സ്വീകരിച്ച് പോകണം എന്ന് ബന്ധപ്പെട്ട കമ്മിറ്റിയോട് പറയുന്നു. അതൊരു പാർട്ടി തലത്തിലുള്ള കാര്യമാണ്. ഭയങ്കരം തന്നെ പറഞ്ഞത് 2020 ജൂൺ മാസമാണ് നിങ്ങൾ അവിടെ 3 ദിവസം തങ്ങി ഈ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണം നടത്തിയതിനു ശേഷം 2020 ജൂണിന് ശേഷം മാത്രം ഇതുവരെ ARന്റെ റിപ്പോർട്ട് പ്രകാരം 100 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. അന്ന് PK ബിജു ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നു എങ്കിൽ 100 കോടി രൂപയെങ്കിലും സാധാരണക്കാരുടെ മുകളിൽ ബാധ്യത ഉണ്ടാകാതിരിക്കുമായിരുന്നു എന്നതാണ് ഞാൻ പറയാൻ വന്ന പോയിന്റ്. പിന്നെ താങ്കൾ പറഞ്ഞു ഇതിനു മുൻപൊന്നും പരാതികൾ ലഭിച്ചിട്ടില്ല, ഇതിനു മുമ്പൊന്നും ഒരു വിഷയവുമില്ലായിരുന്നു. ആദ്യമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് പരാതി ഉണ്ടായത്. എത്ര വലിയ കള്ളമാണ് സഖാവ് PK ബിജു പറയുന്നത്? കഷ്ടം. ആ താങ്കളാണോ എന്നെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതിന്റെ മാന്യതയും മര്യാദയും സത്യസന്ധതയും ഒക്കെ പറയുന്നത്? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായ